മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ ഒരാഴ്ചയ്ക്കകം ക്യാമ്പുകളിൽ നിന്ന് മാറ്റി താമസിപ്പിക്കണമെന്ന് ഹൈക്കോടതി. ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് കോടതി അറിയിക്കണം. ദുരന്തബാധിതരിൽ നിന്ന് ബാങ്കുകൾ EMI ഈടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ഈ ടൗൺഷിപ്പിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമായ ഘട്ടത്തിൽ അതടക്കമുള്ള വിശദാംശങ്ങൾ ഹൈക്കോടതി തേടുന്നത് എന്തുകൊണ്ടാണ്? നിലവിൽ ഈ മാധവ് ഗാഡ്കിൽ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടുകളിലൊക്കെ തന്നെ ഈ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ചില പരാമർശങ്ങളുണ്ട്. അതിനാൽ ഒരു കാരണവശാലും പരിസ്ഥിതിക്ക് ഹാനികരമാകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് നേരത്തെ ഹൈക്കോടതി സ്വീകരിച്ചിരുന്നു. അതാണ് ഈ ടൗൺഷിപ്പിന്റെ കാര്യത്തിൽ കോടതിക്ക് എല്ലാ കാര്യങ്ങളും അറിയണം എന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ ദുരിതബാധിതരെ മാറ്റി താമസിപ്പിക്കുന്നതിൽ കാലതാമസം വരരുതെന്ന് പറയുന്നുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ നടപടി പൂർത്തിയാക്കണം. വേറെ വീടുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഹോട്ടലുകളിലേക്ക് മാറ്റണം. ആശുപത്രി ബില്ലുകൾ സർക്കാർ തന്നെ നേരിട്ട് കൊടുത്ത് തീർപ്പാക്കണം. ബാങ്കുകൾ സർക്കാർ സഹായത്തിൽ നിന്നും EMI പിടിച്ചാൽ അത് അറിയിക്കാനും കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് ബാങ്കുകളുടെ കയ്യിലിരിപ്പ് ശരിയല്ല എന്ന് കോടതിക്കും ബോധ്യപ്പെട്ടു. ഏതെങ്കിലും തരത്തിൽ നീക്കം അങ്ങനെ ഉണ്ടായാൽ കോടതി ഇടപെടും എന്ന മുന്നറിയിപ്പാണ് അതിൽ ഉള്ളത്. ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തങ്ങളെ അറിയിക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഭരണഘടനാ പരമായ ബാധ്യത ബാങ്കുകൾ പാലിക്കണം, ഇത്തരത്തിൽ പണം പിടുങ്ങരുത് എന്നുകൂടി പറഞ്ഞ് കോടതി അവസാനിപ്പിക്കുന്നു. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് കോടതി ഇടപെടലിന്റെ വിശദാംശങ്ങൾ നൽകിയത്.